ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാണ് ക്യാരറ്റ് ഗുലാബ് ജാമുൻ. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് എടുക്കുക, നന്നായി പീൽ ചെയ്യുക, കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. അതിനുശേഷം അതിലേക്ക് നന്നായി അടിയാൻ ആവശ്യമുള്ള പാല്. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പാലൊഴിച്ചു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു. ഒരു 3 ഏലക്ക ഇടുക, നന്നായി അടിക്കുക. ഞാനിവിടെ 1 കിലോ ക്യാരറ്റാണ് എടുത്തത്. അതൊന്ന് നന്നായി വഴറ്റാനായിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചത് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 5-6 ടീസ്പൂൺ റവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ടൈറ്റ് ആവാനായിട്ടാണ് റവ ഇടുന്നത്. അതിനുശേഷം വീണ്ടും ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരം നോക്കിയിട്ട് ഇടുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായി ടൈറ്റ് ആവണ വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് വാങ്ങി വെക്കാം ഒന്ന് ചൂടാറാനായിട്ട്. ഇതിന് ഗുലാബ് ജാമുന് സിറപ്പ് വേണ്ടേ? അതിന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പാക്കറ്റ് പാലിൽ ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഏലക്കാപ്പൊടിയും സാഫ്രോൺ ഉണ്ടെങ്കിൽ കുറച്ച് സാഫ്രോൺ, കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുക. ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയാണ്. അതുകൂടാതെ പാലൊന്ന് ടൈറ്റ് ആവാനായിട്ട് കുറച്ച് പാലിൽ ഒരു ഇച്ചിരി കോൺഫ്ലവർ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ക്യാരറ്റ്സ് കുഞ്ഞു കുഞ്ഞു ഗുലാബ് ജാമുൻ്റെ ഷേപ്പിൽ ബോൾസ് ആക്കി കൊടുക്കാം. എന്നിട്ട് ചൂടാറിയ പാലും മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സോ പിസ്താഷ്യോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെയോ അല്ലെങ്കിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം. തണുപ്പിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.